ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ ആശുപത്രിയിലും അംഗൻവാടിയിലും ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. 7ാം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നോക്കുന്നത് കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കണ്ണൂർ ഗവൺമെൻറ് ആയുർവേദ കോളേജ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ വിവിധ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ആദ്യം ഇലക്ട്രീഷ്യൻ പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ PSC അംഗീകൃത നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും സമാന മേഖലയിലുള്ള എക്സ്പീരിയൻസും ആവശ്യമാണ്. ഇൻ്റർവ്യൂ വഴിയാണ് നിയമനം ഉണ്ടായിരിക്കുക. ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ 3 രാവിലെ 11 മണിക്കാണ്. അടുത്തത് പ്ലംബർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. കൂടാതെ PSC അംഗീകൃത നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റും സമാന മേഖലയിലുള്ള പ്രവൃത്തി പരിചയവുമാണ്. അഭിമുഖം നടക്കുന്നത് ഒക്ടോബർ 3 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അടുത്തത് അറ്റൻഡർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. വനിതകൾക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ 4 രാവിലെ 11 മണിക്കാണ്. അടുത്തത് വാച്ചർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ 4 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. അടുത്തത് സ്ട്രക്ചർ ക്യാരിയർ പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ 5 രാവിലെ 11 മണിക്കാണ്. അടുത്തത് ധോബി പോസ്റ്റാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇൻ്റർവ്യൂ നടക്കുന്നത് ഒക്ടോബർ 5 ഉച്ചയ്ക്ക് 2 മണിക്കാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും ബന്ധപ്പെട്ട യോഗ്യത, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം നേരിട്ട് അഭിമുഖത്തിന് പരിയാരം ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി സൂപ്രണ്ട് ഓഫീസിൽ ഹാജരാവണം. പ്രായപരിധി വരുന്നത് 2023 ജനുവരി 1 50 വയസ്സ് കവിയരുത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആശുപത്രി വികസന സൊസൈറ്റി മുഖേന അനസ്തേഷ്യ ടെക്നീഷ്യൻ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഒക്ടോബർ 5 രാവിലെ 10 മണിക്ക് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. സയൻസ് പ്രധാന വിഷയമായിട്ടുള്ള +2, പ്രീ ഡിഗ്രി, ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജിയും കേരള പാരാമെഡിക്കൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്കും അഭിമുഖത്തിൽ പങ്കെടുക്കാവുന്നതാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും അതിൻ്റെ പകർപ്പും എന്നിവ ഉൾപ്പെടെ സൂപ്രണ്ടിൻ്റെ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. അടുത്തത് പാലക്കാട് ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അസിസ്റ്റന്റ് കുക്ക് തസ്തികയിൽ താൽക്കാലിക നിയമനത്തിന് ഒക്ടോബർ 4 രാവിലെ 10 മണിക്ക് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. താല്പര്യമുള്ളവർ അന്നേ ദിവസം നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ സ്ഥാപനത്തിൻ്റെ പൊള്ളാച്ചി റോഡിൽ സ്ഥിതി ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ പ്രിൻസിപ്പൽ മുമ്പാകെ ഇൻ്റർവ്യൂവിന് ഹാജരാവേണ്ടതാണ്. ഉദ്യോഗാർത്ഥികൾ 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ബിരുദം ഉണ്ടായിരിക്കരുത്. കൂടാതെ പാചക മേഖലയിൽ 1 വർഷത്തെ മുൻപരിചയവും ആവശ്യമാണ്. ഉദ്യോഗാർത്ഥികൾ ഹോസ്റ്റലിൽ താമസിച്ച് ജോലി ചെയ്യാൻ സന്നദ്ധരായിരിക്കണം. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ ICDS പ്രോജക്റ്റിൻ്റെ പരിധിയിലുള്ള മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ അങ്കണവാടി വർക്കർമാരുടെയും അങ്കണവാടി ഹെൽപ്പർമാരുടെയും ഒഴിവിലേക്ക് നിയമനം നടത്തുന്നതിന് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയിലെ സ്ഥിര താമസക്കാരും സേവന തൽപരരുമായ വനിതകളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രായപരിധി വരുന്നത് 1/1/2023 18 വയസ്സ് പൂർത്തിയായിരിക്കണം, എന്നാൽ 46 വയസ്സ് കവിയാൻ പാടില്ല. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 17/10/2023 വൈകിട്ട് 5 മണിവരെ മൂവാറ്റുപുഴ ICDS പ്രോജക്റ്റ് ഓഫീസിൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കുന്നതാണ്. അപേക്ഷയുടെ മാതൃക മൂവാറ്റുപുഴ ICDS പ്രോജക്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് മൂവാറ്റുപുഴ മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ICDS ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.